ഹായ് ഓൾ. ഇന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഒരു വ്ളോഗ് പോലെ എടുത്തതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് പോലെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാലത്ത് നേരത്തെ കൂട്ടി തന്നെ വീട്ടിൽ നിന്ന് പോവാണ് ഹോസ്പിറ്റലിലേക്ക്. ഇങ്ങനെ ചവിട്ടി താഴ്ത്തെത്തി. ഇത് എൻ്റെ വീടിനോട് ചേർന്നുള്ള അമ്പലമാണ്. അപ്പോൾ ഇന്നിവിടെ വന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി പോവാറ്. അങ്ങനെ നമ്മൾ നടന്ന് ബസ് കയറാനുള്ള പോക്കാണ് കേട്ടോ. ഇത്ര നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോക്കണൊക്കെ എടുത്തിട്ട് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതാണ് കേട്ടോ ഗെയ്സ് അമ്പലം. ശ്രീ തിരുവാണത്ത് അമ്പലം എന്നാണ് പറയുക. ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോണത് ബസ് കയറാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പോയാലാണ് ടോക്കണൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പച്ചന് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് പോണത്. അതിനായിരുന്നു നമ്മൾ മുൻകൂട്ടി പോയി ബില്ലൊക്കെ അടച്ചിട്ട് വേണം ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഇത് ഞാൻ പോണ വഴിയാണ്. ഇത് കോടതിയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലാ തർക്കപരിഹാര കോടതി, ഉപഭോക്തൃ തർക്കപരിഹാര കോടതി അതാണ്. ഇത് കളക്ട്രേറ്റാണ് കേട്ടോ. തൃശ്ശൂർ കളക്ട്രേറ്റ്, അയ്യന്തോൾ കളക്ട്രേറ്റ് എന്ന് പറയും. കണ്ടോ, ഈ കാലത്ത് പോണ നേരത്തൊന്നും ഇവിടെ ഒന്നും ആൾക്കാരുണ്ടാവില്ല കേട്ടോ. വിജനമായൊരു സ്ഥലമാണ്. അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. ഒരു 10 മണിക്ക് ആകുമ്പോഴാണ് ആൾക്കാരൊക്കെ ആയിട്ട് വരുള്ളൂ. പിന്നെ കാലത്തും വൈകിട്ടും ഈ വഴിക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ പശു, പോത്ത്, പട്ടികളിലൊക്കെ ഭയങ്കര ശല്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് പോണു. ഇത് ഈ കാണുന്നതാണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ കേട്ടോ. സാധാരണ ഇവിടെയൊക്കെ നല്ല തിരക്കൊക്കെ കാണാറുണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല. ഇന്ന് ആരെയൊന്നും കാണാനില്ല. ഇത്ര നേരത്തെ ആയതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ പുറത്തൊക്കെ ആൾക്കാരനെ കാണാറുണ്ട് കേട്ടോ. ഈ വഴി കൂടെ ഇങ്ങനെ നടന്നാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഇത് കഴിഞ്ഞ് നേരെ പോകും. അപ്പോൾ സ്കൂളിലേക്ക് ചില വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരു 7 മണി 7:15 ആ സമയമാണ് കേട്ടോ ഇപ്പോൾ നേരം വെളുത്തിട്ട്. അപ്പോൾ ഇതാണ് സിവിൽ സ്റ്റേഷൻ തൃശ്ശൂരത്തെ. കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഒരു ബസ് ഇങ്ങനെ ചീരിപ്പാഞ്ഞ് വരുന്നുണ്ട്. ആ ബസ് ഇവിടെ നിർത്തിയൊന്നുമില്ല. അത് ഗുരുവായൂർ വണ്ടിയാണ്. അപ്പോൾ അതൊന്നും ഇവിടെ നിർത്തില്ല. അപ്പോൾ നമ്മൾ സീബ്ര ലൈനിൽ കൂടെ നടക്കുകയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നും കിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് നേരം ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ബസ്സൊക്കെ കയറി തൃശ്ശൂർ വന്ന് ഇറങ്ങി. പാറമേക്കാവിൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പാറമേക്കാവിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എന്താണ് ഈ കിടാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വടക്കുന്നാഥൻ്റെ അവിടെയൊക്കെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ജസ്റ്റ് ഞാൻ കാണിക്കണം. അപ്പോൾ പാറമേക്കാവിൻ്റെ അവിടേക്ക് ഒന്ന് പുറത്ത് നിന്നൊന്ന് 1 മിനിറ്റ് അവിടെ നിന്നു. അങ്ങനെ നമ്മൾ നടന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലാണ് കേട്ടത്. ഇപ്പം ഇങ്ങനെ പുറത്തുനിന്ന് ആരെയും കാണാണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ തിരക്കൊന്നുമില്ല എന്ന്. പക്ഷേ ഗെയ്സ് കുറച്ചും കൂടി പോകുമ്പോഴാണ് നല്ല തിരക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഞാൻ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ടോക്കൺ നമ്പറൊക്കെ കിട്ടി. 904 എനിക്ക് കിട്ടിയ ക്യാഷ് സ്റ്റോപ്പ് ടിക്കറ്റ് നമ്പർ. 904 എന്ന് പറയുമ്പോൾ നേരത്തെ കൂടിയിട്ടുള്ള നമ്പറാണ് കേട്ടോ. കാരണം 900 തൊട്ടാണ് ബില്ലടയ്ക്കാനുള്ളത് കൊടുക്കണം കേട്ടോ. കണ്ട, നേരത്തെ ഒറ്റാളില്ല എന്ന് പറഞ്ഞല്ലേ. കണ്ട, ഇപ്പോൾ നിറച്ചിവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത്രയും ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മുടെ OP ക്യാഷ് അടയ്ക്കാനുള്ളതൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ കിട്ടി. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. കാരണം കാലത്ത് നേരത്തെ പോകുന്ന കാരണം വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി അപ്പച്ചന് 9 മണിയാകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8:15 ഒക്കെ ആവണുള്ളൂ. അപ്പം പോയി വേഗം എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് കടന്ന് ഇങ്ങനെ വന്നു. അക്ഷയ ഹോട്ടലിലേക്കാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞാനൊരു നെയ് റോസ്റ്റ്, ഒരു കാപ്പിയും പറഞ്ഞിട്ടുണ്ട്. കാപ്പി ഇതിൽ കാണാനില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നെയ് റോസ്റ്റൊക്കെ വന്നു. നെയ് റോസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെയും കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. കാരണം സമയം ഒരു 8:30 ആവണുള്ളൂ. അപ്പോൾ ഒരു 9 മണി 9:30 ആകുമ്പോഴാണ് കടകളും അതൊക്കെ തുറക്കുള്ളൂ. അങ്ങനെ അപ്പച്ചൻ വരുന്നുണ്ട്. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ 9 മണി കഴിഞ്ഞപ്പോഴാണ് അപ്പച്ചൻ വരുന്നത്. പിന്നെ ഞാൻ കാണിക്കണത് അവിടെ നിന്ന് ടെസ്റ്റ് എടുത്തൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ എന്നോട് റിസൾട്ട് മേടിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് വന്ന് അവിടെ നിന്ന് റിസൾട്ട് വാങ്ങാൻ പോവാണ്. അങ്ങനത്തെ ഞാൻ താഴത്തേക്കൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ അപ്പച്ചൻ അവിടെ തന്നെയാണ് ജോലി ചെയ്യണത്. അപ്പോൾ ഞാൻ താഴത്ത് വന്ന് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അപ്പച്ചൻ വേഗം സമയമായി എന്ന് പറയാണ്. അങ്ങനെ ഞാൻ നടന്ന് റിസൾട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് വഴി നടന്നാൽ മതി കേട്ടോ ഹോസ്പിറ്റലിലേക്ക്.
ജോലി സ്ഥലത്ത് നിന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് നടന്നിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അപ്പൻ എന്നോട് ഓട്ടോറിക്ഷയിൽ പോകാനൊക്കെ പറഞ്ഞത് ആ വെയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പക്ഷേ പോയില്ല. ഞാൻ നടന്ന് വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തിപ്പുറത്ത് നടന്ന ആൾക്കാരൊക്കെ നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഞാൻ അവിടെ എത്തി. നമ്മുടെ റിസൾട്ടൊക്കെ മേടിച്ച് ഇനി നേരെ ലക്ഷ്യം വീണ്ടും ജോലിക്ക് പോകാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തിരിച്ച് വന്ന് അപ്പച്ചൻ്റെ റിസൾട്ടൊക്കെ കാണിച്ചു. അപ്പം അപ്പൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നീ കയ്യിൽ വെച്ചോ എന്നൊക്കെ പറയാൻ റിസൾട്ട്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ചായക്കാരൻ വന്നു. അപ്പം ഞാൻ ചായ മേടിച്ച് വീണ്ടും മുകളിലേക്ക് കയറി പോവാണ്. ഇനി ഞാൻ വീണ്ടും ജോലിക്ക് കയറാണ് ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗം.